ഒളിമ്പിക്സ് ഹോക്കി മത്സരത്തിൽ സ്വർണ്ണ പ്രതീക്ഷയിലാണ് PR ശ്രീജേഷിന്റെ കുടുംബവും. ബ്രിട്ടനെതിരായ മത്സരത്തെ PR ശ്രീജേഷ് കാഴ്ചവെച്ച മികച്ച പ്രകടനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഒളിമ്പിക്സിന് ശേഷം ശ്രീജേഷ് വിരമിക്കൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്വർണം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീജേഷിന്റെ അച്ഛൻ രവീന്ദ്രൻ ജനം ടിവിയോട് പറഞ്ഞു. ഇന്ന് നടക്കുന്ന സെമി ഫൈനൽ മത്സരത്തിൽ ജർമ്മനിയുമായാണ് ഇന്ത്യ ഏറ്റുമുട്ടുന്നത്. ശ്രീജേഷിന്റെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കി ടീം ഇന്ന് സെമി ഫൈനലിലേക്ക് മത്സരിക്കുകയാണ്. ജർമ്മനിയുമായിട്ടാണ് ഇന്ത്യൻ ടീം ഇന്ന് മത്സരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഗ്രേറ്റ് ബ്രിട്ടനുമായിട്ടുള്ള കരുത്തുറ്റുള്ള മത്സരത്തിന് ശേഷമാണ് ഏതായാലും ഇന്ത്യൻ ടീം ഇന്ന് സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. ബ്രിട്ടനുമായി വലിയ ശക്തമായുള്ള മത്സരം തന്നെയായിരുന്നു അന്ന് കാഴ്ചവെച്ചിരുന്നത്. ഇന്ത്യൻ ഗോൾ കീപ്പർ PR ശ്രീജേഷ് ഇന്ത്യൻ വലയെ കാത്തത് തന്നെയായിരുന്നു ഇന്ത്യൻ ടീമിനുണ്ടായിരുന്ന ഒരു മികച്ച നേട്ടം എന്ന് തന്നെ പറയേണ്ടിയിരുന്നത്. 4-2 ഇന്ത്യൻ ടീം കഴിഞ്ഞ മത്സരത്തിൽ വിജയം നേടിയത്. ഏതായാലും ഇന്ന് സെമി ഫൈനലിന് വേണ്ടി ഇന്ത്യൻ ടീം ഇറങ്ങിയാണ്. വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മുടെ ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള ശ്രീജേഷിൻ്റെ കുടുംബം അടക്കമുള്ള ആളുകൾ. ഏതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ രവീന്ദ്രനും അമ്മ ഉഷയും ഭാര്യ ഡോക്ടർ അനീഷയും നമ്മോടൊപ്പം ഉണ്ട്. ഏതായാലും ആദ്യം അച്ഛനിൽ നിന്ന് തുടങ്ങാം. അച്ഛാ, കഴിഞ്ഞ മത്സരം കഴിഞ്ഞിട്ട് ശ്രീജേഷ് വിളിച്ചിരുന്നു, എങ്ങനെയാണ് സന്തോഷം പങ്കിരുന്നു? വളരെ ഹാപ്പിയാണ് നന്നായിട്ടിരിക്കണം. ഏതായാലും ഇന്ത്യക്ക് വേണ്ടി ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ല, വളരെ നല്ലതെന്നും സന്തോഷം എന്നാവും പറയുന്നുണ്ട്. അയാൾ റിട്ടയർമെൻ്റ് അല്ലേ, നമുക്കൊരു വേൾഡ് കിട്ടുന്ന ആശംസിക്കാറുണ്ട് തീർച്ചയായിട്ടും. ഏതായാലും അമ്മേനോട് സംസാരിച്ചിരുന്നല്ലോ, എന്തൊക്കെയാണ് ശ്രീജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഭയങ്കര സന്തോഷമാണ്. എന്തായാലും നമുക്ക് ഇത്ര വരെ എത്താൻ സാധിച്ചതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം. നന്നായിട്ട് ഇന്നലെ എല്ലാ ഗോളും സേവ് ചെയ്തു. നല്ല കളിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് എന്താവും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. ഗോളെല്ലാം അവൻ്റെ അടുത്തേക്കായിരുന്നു എപ്പോഴും വരുന്നുകൊണ്ടിരുന്നത്. നമ്മളാകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ദൈവം എന്തായാലും കാത്തു നമ്മളെ. ഏതായാലും ഈ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്ന ഒരു കളിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ. കളി കഴിഞ്ഞു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഹോക്കി സ്റ്റിക്ക് ഉയർത്തി കാണിച്ചിരുന്നു. ആ സ്റ്റിക്കിൽ സ്വന്തം ഭാര്യയുടെ പേര് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് ആ സ്റ്റിക്ക് ഉയർത്തി കാണിച്ച സമയത്ത് ഉണ്ടായിരുന്നൊരു സന്തോഷം ഒന്ന് പങ്കുവെക്കുക? അതിപ്പോൾ എന്താ പറയുക, മാച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് മാച്ച് ജയിച്ച സന്തോഷത്തിലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കാണിച്ചപ്പോൾ ഒരു സന്തോഷം തോന്നി. കഴിഞ്ഞ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ഒരു സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹം അത് മറികടന്നു. ഇനി ഒരു കരുത്തരായ ടീം തന്നെയാണ് ജർമ്മനി. എന്നിരുന്നാൽ പോലും എങ്ങനെയായിരിക്കും ഇതിനെ മറികടക്കാനുള്ള ഒരു ആത്മവിശ്വാസം? തീർച്ചയായിട്ടും ഈ അടുത്ത സമയങ്ങളിൽ അവർ ചെയ്ത വളരെ നല്ല പെർഫോമൻസ് തീർച്ചയായിട്ടും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ടുണ്ടാകും. അപ്പം വളരെ നന്നായിട്ട് ഇനിയിപ്പോൾ ഓരോ മാച്ചും അവർ ഇന്നത്തെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നാളെ കാഴ്ചവെക്കുന്നത്. അപ്പം ക്വാർട്ടർ ഫൈനലിൽ ചെയ്തതിനേക്കാളും ഒരുപടി മുന്നിലായിരിക്കും തീർച്ചയായിട്ടും സെമിയിൽ അവർ പെർഫോം ചെയ്യാമെന്ന് ഉറപ്പുണ്ട്. ഈ മത്സരത്തോടുകൂടി അദ്ദേഹം ഒരു കാര്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്, വിരമിക്കൽ എന്നുള്ളൊരു കാര്യം. വിരമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭാവി പരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇനി അദ്ദേഹത്തെ ഒരു പരിശീലനം അങ്ങനെ കേട്ട് കാണാൻ സാധിക്കുമോ? ഭാവിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചിന്തിച്ചിട്ടില്ല. മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ്. അപ്പോൾ ഈ 2 മത്സരങ്ങൾ സെമി ഫൈനൽ, അതിനുശേഷം ഒരു ഗ്യാപ്പൊക്കെ എടുത്തിട്ടായിരിക്കും തീർച്ചയായിട്ടും ഇനി എന്തെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പം മുന്നിലുള്ളത് ഒളിമ്പിക് മെഡൽ മാത്രമാണ്. ഏതായാലും വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ഒരു രാജ്യം മുഴുവനും കാത്തിരിക്കുകയാണ്. ഏതായാലും ഫൈനലിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഫൈനലിലേക്ക് എത്തുന്ന സമയത്ത് കുടുംബം ഇവിടെ നിന്നും പാരീസിലേക്ക് പോകാൻ, കളി കാണാൻ നേരിട്ട് പോകാൻ സാധ്യതയുണ്ട്? ഇല്ല. സാധാരണ പോലെ ഇവിടെ TV-യിൽ കാണുകയുള്ളൂ. ഏതായാലും വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രാർത്ഥനയായിട്ട് തന്നെ ഉണ്ട്. ക്യാമറമാൻ സന്തോഷ് തിരുമലക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.